ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്റ്റഫ്ഡ് ക്യാപ്സിക്കൻ റെസിപ്പിയാണ്. ക്യാപ്സിക്കത്തിനകത്ത് കുറച്ച് മസാലയൊക്കെ വെച്ച് നമുക്ക് സ്റ്റഫ് ചെയ്ത് ഒന്ന് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഞെട്ടില്ലേ, അത് ഒരു കത്തി വെച്ചിട്ട് എല്ലാത്തിൻ്റെയും ആ ഞെട്ട് നമ്മൾ എടുക്കണം. അതൊന്ന് കട്ട് ചെയ്താൽ മതി. ഒരു കത്തി എടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നത് നമുക്ക് വലുതായി പോവരുത്, ചെറുതാവൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി അതിനകത്ത് കാണുന്ന ആ വെള്ള പോർഷൻ അതും എടുക്കണം. എടുത്തിട്ട് അതിനകത്തുള്ള സീഡും കളയണം. മൊത്തത്തിൽ അങ്ങ് സീഡ് ഫുൾ അങ്ങനെ കളയേണ്ട ആവശ്യമില്ല. ഒരു 2-3 ഇരുന്നാലും കുഴപ്പമില്ല. ഫുൾ എടുത്ത് കളയണം. ഇതേപോലെ ബാക്കിയുള്ള ക്യാപ്സിക്കവും കൂടെ അങ്ങനെ ചെയ്യണം. ക്യാപ്സിക്കം എല്ലാം ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 സവാള ചോപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് വെക്കുന്ന ഫില്ലിങ് നമ്മൾ വെജിറ്റബിൾസിൻ്റെ ഫില്ലിങ്ങാണ് വെക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അപ്പോൾ ഞാൻ ക്യാരറ്റും ഒരു 2 ക്യാരറ്റും ഒരു പൊട്ടേറ്റോയും കൂടാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒന്ന് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പൊട്ടേറ്റോയും ക്യാരറ്റും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ ഇപ്പോൾ ഗ്രീൻ പീസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായൊരു ഗ്രേവി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ആവണം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഇനി ഓരോ ക്യാപ്സിക്കം എടുത്തിട്ട് ഈ ഫില്ലിങ് ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം. സ്പൂൺ വെച്ചെടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ടായിരുന്നാലും ഇതിനകത്ത് നന്നായിട്ട് ഇങ്ങനെ നിറച്ച് കൊടുത്താൽ മതി. ഇതേപോലെ ഇനി ബാക്കിയുള്ള 2 ക്യാപ്സിക്കത്തിനകത്തും ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. ഈ 3 ക്യാപ്സിക്കവും ഞാൻ ഫില്ലിംഗ് ഒക്കെ വെച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ 3 ക്യാപ്സിക്കവും വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചും അങ്ങനെ ഓരോ സൈഡും ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആയിട്ടും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടും കിട്ടണം. എൻ്റെ ആ പച്ചപ്പ് ഒന്ന് മാറണം. ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് തിരിച്ചും മറിച്ചും നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ എണ്ണയിലൊന്ന് ഒരുപാടങ്ങ് മൊരിയേണ്ട, ഒന്ന് വാടി കിട്ടണം. ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാ സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഇതുപോലെ ഇരിക്കും. നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഒന്ന് ട്രൈ നോക്കണം. പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക് യു.